എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താണ്ട് ഫിഷ് ഗ്രില്ലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ആദ്യം തന്നെ ആവശ്യം നമുക്ക് നല്ല അടിപൊളി ഫിഷാണ്, ഫ്രഷ് ഫിഷ്. ഞാനിവിടെ എടുത്തത് സീബ്രീമാണ്. പിന്നെ നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാൻ ഒരു ജാറിലേക്ക് ഒരു തക്കാളി, പിന്നെ ആവശ്യത്തിന് ചുവന്നുള്ളി, പിന്നെ നമ്മുടെ കുനാഫ പിസ്താഷ്യോ കുനാഫ പിസ്താഷ്യ അല്ല, അതിന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വെക്കുന്ന പാത്രം കേട്ടോ. അത് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഫിഷ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മാത്രം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മുടെ സീബ്രീമിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാലയെല്ലാം കൂടി ഒന്ന് പുരട്ടി കൊടുക്കണം. ഞാൻ ലുലുവിൽ നിന്ന് സാധനം മേടിച്ചപ്പോഴത്തേക്കും അവരോട് പറഞ്ഞായിരുന്നു ഗ്രില്ലിൻ്റെ രീതിയിലൊന്ന് കട്ട് ചെയ്ത് തരണേന്ന്. പക്ഷേ അവർ ചെയ്ത് തന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഗ്രില്ലിൻ്റെ രീതിയിൽ ഞാൻ മീനിനെ ഒന്ന് മുറിച്ചെടുത്തു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ 2-3 തക്കാളിയൊക്കെ വെച്ചത് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതാണ്ട് ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. സംഭവം റെഡിയായി കിട്ടി എനിക്ക്. അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. സീബ്രീം ഓൾറെഡി നല്ല മീനാണ് നമുക്ക് ഗ്രില്ല് ഓപ്ഷന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം.